ഹായ് ഹലോ വെൽക്കം ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഫൂഫി അല്ലെ, ഫൂഫി ഫീവർ ആണെന്ന് പറയാം ഇപ്പൊ എല്ലായിടത്തും. കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങളുടെ എല്ലാവരും സ്കൂളിൽ ഫൂഫി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് ആ ചാപ്റ്ററിന്റെ ഡിസ്കഷൻസ് ഒക്കെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. സോ നമുക്കറിയാം ഈ വർഷം +1 പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സീനിയേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു റെഫർ ചെയ്യാനായിട്ട്. സോ നമ്മളെ സംബന്ധിച്ച് ആക്ച്വലി ഇത് പുതിയ കാര്യമല്ല. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 9th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഇതൊരു ശീലമുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഫൂഫി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പം ഏതൊക്കെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ആംഗിൾ പഠിക്കണം, അല്ലെങ്കിൽ എന്തോരം മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഓർക്കണം എന്നുള്ള രീതിക്കുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ബിഫോർ ദാറ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ നിങ്ങൾ കമന്റ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ആയിട്ടാണല്ലോ നമ്മളൊരു ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ്, ഹോംവർക്ക് ഇതൊക്കെ നമ്മുടെ ഒരു A+ ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ നമ്മുടെ കമന്റ് ബോക്സിൽ കാണട്ടോ. ഇതിന്റെ ഈ ഒരു എന്തിനാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, നമ്മുടെ ചാനൽ ഉണ്ടാവും. നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്ത് വെച്ചാലാണ് നമ്മളെ കൂടുതൽ എല്ലാ ഇന്ററാക്ഷൻസും. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓണം എക്സാമിന് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ, യൂണിറ്റ് ടെസ്റ്റ് എന്നുള്ള രീതിക്കായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. സോ ആ യൂണിറ്റ് ടെസ്റ്റിന് ഹെൽപ്പ് ആവുന്ന രീതിക്കുള്ള ഒരുപാട് നോട്ട്സും കോണ്ടന്റ്സും ഒക്കെ നമ്മുടെ ആ ഒരു ചാനലിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾ അതിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. താഴെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിന്റെ ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഫൂഫിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ്, ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് അറിഞ്ഞൂടെ, ഈ വർഷം നിങ്ങൾക്ക് മിക്കവാറും പുതിയൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. എന്നാലും ആ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മിക്കവാറും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്, അതായത് ഈ ഓണം എക്സാമിനല്ല കേട്ടോ, അതല്ലാതെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന എക്സാംസിനാണെങ്കിലും, എനിക്കൊന്ന് ക്രിസ്മസ് എക്സാമിനാണ് നിങ്ങൾക്ക് അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ വേണ്ടി പോകുന്നത്. സോ അതിനാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു പാസേജ് കോംപ്രഹെൻഷൻ, അതായത് സ്റ്റോറിന്റെ അകത്ത് നിന്ന് ചെറിയൊരു ഭാഗം നമുക്ക് തരും. ചെറിയൊരു കുഞ്ഞു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഇത് ഏത് സ്റ്റോറിയിലാണെന്നോ, അല്ലെങ്കിൽ അവിടുത്തെ സ്പീക്കർ ആരാണെന്നോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് കുഞ്ഞു അതായത് ഒരു 2 മാർക്കിലൊക്കെ വരാൻ ചാൻസ് ഉള്ള പാരഗ്രാഫിലോ അല്ലെങ്കിൽ വലിയ പാരഗ്രാഫ്സ് അല്ലാണ്ട് ഒരു 2-3 സെന്റൻസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, why did Trevor's family think Fufi was a foolish dog? What was the real reason behind her behavior? So Fufi ഒരു foolish dog ആണെന്ന് വിചാരിക്കാനുള്ള കാരണം എന്തായിരുന്നു അല്ലെ? ട്രെവറിന്റെ ഫാമിലി എന്തുകൊണ്ടാണ് അല്ലെ? നമുക്കറിയാം ട്രെവർ നോവയാണ് ഈ ഒരു ലെസൺ, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ മെമ്മോ ആണ് അല്ലെ. സോ എന്താണ് അവരത് ഫൂളിഷ് ഡോഗ് ആണെന്ന് വിചാരിക്കാനുള്ള കാരണം? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. Why did Trevor become heartbroken when he saw Fufi at the other boy's house? അവൻ എന്താണ് അല്ലെ ആ അടുത്ത വീട്ടിലെ ബോയിന്റെ വീട്ടില് ആ ഒരു നമ്മുടെ ഫൂഫിനെ കണ്ട സമയത്ത് ട്രെവറിന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഹാർട്ട് ബ്രേക്ക്, അതെന്തുകൊണ്ടായിരുന്നു? How did Panther help Fufi in their daily life? പാന്തർ എങ്ങനെയാണ് ഫൂഫിക്ക് ഒരു ഹെൽപ്പ് ആയിട്ട് മാറിയത്? What lesson did Trevor learn from Fufi? അല്ലെ, എന്താണ് ഫൂഫിന്റെ അടുത്ത് ട്രെവർ പഠിച്ചൊരു ലെസൺ എന്താണ്? Why did Trevor's mother buy back Fufi from the other family? എന്തുകൊണ്ടാണ് ഫൂഫിനെ തിരിച്ചു വാങ്ങിക്കാനുള്ള കാരണം എന്താണ്? What does Trevor mean when he says Fufi was my first heartbreak? ആദ്യം പറയുന്നുണ്ടല്ലോ എന്റെ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് ഫൂഫി എന്ന് പറയുന്നുണ്ട്. സോ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? സോ ഇങ്ങനെയുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതല്ലാണ്ട് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും രീതിക്ക് ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 6 മാർക്കിന്റെ പാരഗ്രാഫ് എന്നുള്ള രീതിക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കാണിച്ചു തരാം. ഹൗ ഡസ് ദ ലെസൺ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലവ് ആൻഡ് പൊസഷൻ? അല്ലെ, സ്നേഹവും പൊസഷൻ, നമ്മൾ ഒരാളെ കൈവശപ്പെടുത്തി വെക്കുക അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് പോലെ അല്ലെ, ആ ഒരു ലവിനും പൊസഷനെയും എങ്ങനെയാണ് ഈ ലെസന്റെ അകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മേ ബി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊക്കെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, കുറച്ച് നമുക്കൊരു ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയുന്നതാണ് കേട്ടോ. Explain how Fufi becomes a symbol of freedom. Fufi എങ്ങനെയാണ് ഫ്രീഡത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ട് മാറുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. Describe Trevor's emotional journey from happiness to heartbreak and finally to understanding. അല്ലെ, ഈ ഒരു ലെസൺ നമ്മൾ കഴിയുന്ന സമയത്ത് ട്രെവറിന് വരുന്ന അല്ലെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. സോ ആ ട്രാൻസ്ഫോർമേഷനിൽ അല്ലെ ഹാപ്പിനെസ്സിൽ നിന്നും ഹാർട്ട് ബ്രേക്ക് ആൻഡ് ദെൻ ടു അണ്ടർസ്റ്റാൻഡിങ്, അതെങ്ങനെയാണെന്നുള്ള അത് ട്രേസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചേക്കാം. How does Trevor's childhood experience shape his understanding of love in later
ബെറ്റർ ലൈഫ് അല്ലെ. അപ്പൊ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള ഫൂഫിയുടെ അടുത്ത് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ലവ് ലൈഫിലേക്ക് ഒരു ലെസൺ ആയിട്ട് മാറിയെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു രീതിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവാം. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഫൂഫി, ഇതും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പൊതുവെ +1 ഒക്കെ ആവുന്ന സമയത്ത് ഇങ്ങനത്തെ എന്താ പറയാ ടൈറ്റിൽ സിഗ്നിഫിക്കൻസസ് വളരെയധികം ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. സോ ഫൂഫി എന്നുള്ളത് നമുക്കറിയാം അല്ലെ, എന്തായാലും ആ ഒരു സ്റ്റോറിക്ക് ഇതിനേക്കാളും ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ വേറെ ഒന്നും ഇല്ല. ഓക്കെ, സോ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. ഇനി ഇതല്ലാതെ ഡിസ്കോഴ്സസ്, അതായത് നമുക്ക് കൂടുതൽ മാർക്സ് നേടിത്തരുന്ന 6 മാർക്കിനൊക്കെയുള്ള ഡിസ്കോഴ്സസ്, 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കൊക്കെ വരുന്ന ഡിസ്കോഴ്സസ് ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളത് നോക്കാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ് അല്ലെ. ആ ഒരു ലെസന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെ അതാണ്. എന്ത്? യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാം നമ്മൾ ഓൺ ചെയ്യുന്നില്ല അല്ലെ, നമ്മൾ അതിന്റെ ഒരു ഉടമസ്ഥനാവുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചേക്കാം. മേ ബി ചിലപ്പം 6 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ട്രെവർ നോവ, അത് അല്ലെ ഉറപ്പായിട്ട് നമ്മളൊരു ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതും അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഫൂഫി, ഈ 2 ക്വസ്റ്റൻസും നമുക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയുന്ന 2 ക്വസ്റ്റൻസ് ആണ്. പിന്നെ ഡയറി എൻട്രി ഓഫ് ട്രെവർ ആഫ്റ്റർ ഗെറ്റിംഗ് ഫൂഫി ബാക്ക്, ഫൂഫിനെ തിരിച്ചു കിട്ടിയ ശേഷം ട്രെവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന അന്നത്തെ അവന്റെ ഒരു തോട്ട്സും ഫീലിങ്സും ഇമോഷൻസ് ഒക്കെ എല്ലാം കൂടെ ഫിൽ ചെയ്തിട്ടുള്ള ഒരു ഡയറി എൻട്രി, ഇതിനുള്ളൊരു ചാൻസും നല്ല ഒരു സ്കോപ്പ് നല്ലോണം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റനുള്ള സ്കോപ്പ് നല്ല രീതിക്ക് ഉണ്ട്. പിന്നെ ഒരു ഡിബേറ്റ്, ലവ് ഷുഡ് നെവർ ബിക്കം പൊസഷൻ അല്ലെ. സ്നേഹം ഒരിക്കലും എന്താവരുത്, ഒരു പൊസസീവ് സ്റ്റേറ്റിലേക്ക് മാറരുത്, അല്ലെങ്കിൽ സ്നേഹം ഒരു പൊസസീവ് ആയിട്ടുള്ള സംഗതിയാണ് എന്നുള്ള രീതിക്ക് അതിനെ ഫോറും അതിനെ എഗെയിൻസ്റ്റും അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിങ്ങളോട് ചിലപ്പോൾ പോയിന്റ്സ് എഴുതാൻ വേണ്ടി പറയാൻ ചാൻസ് ഉണ്ട്. ദെൻ പെയിൻഫുൾ എക്സ്പീരിയൻസസ് ബിക്കം വാല്യുബിൾ ലൈഫ് ലെസൺസ്, ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ഫൂഫി, ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു 6 മാർക്സ് അല്ലെങ്കിൽ ഒരു 8 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റനും. സോ നിങ്ങൾക്ക് ഫൂഫി എന്ന് പറഞ്ഞ ലെസന്റെ അകത്തുനിന്ന് എന്താണ്, ഇതുപോലുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇത് മാത്രമല്ല, നമ്മുടെ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്താ പറയാ ആപ്പിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നേ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാം. നമ്മൾ ആ ഒരു അവസാനത്തേക്ക് എത്തിയിട്ട് ഇതെന്താണെന്നെല്ലാം കൂടെ തരുന്നതിന് പകരം എന്താണ്, നമ്മൾ ഇപ്പോഴേ എല്ലാം പഠിച്ചു പോകുന്നതാണ് നല്ലത് അല്ലേ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഡു കമന്റ് ബിലോ, നിങ്ങൾ ഇനി എന്ത് വീഡിയോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്.